യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മുഖത്തും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അനുനിമിഷവും ദൈവം നമ്മെ ജയത്തോടെ നടത്തുന്ന, ക്രിസ്തു യേശു വിജയത്തോടെ നടത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കായി, ദൈവം നമ്മെ പരിപാലിക്കുന്ന എല്ലാ പരിപാലനത്തിനായിട്ട് നന്ദിയോടെ നമുക്ക് ദൈവത്തിന്റെ പാദപീഠത്തിൽ ആയിരിക്കാം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടിടയായി തീരും. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുക, ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തെ വെളിപ്പെട്ടു വരുക, നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കാം. ദൈവം അതിനായി നമ്മെ ഒരുക്കുമാറാകട്ടെ. ആമീൻ. സ്തോത്രം. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. ഈ പൽക്കാലം പ്രിയ ദൈവ പൈതലെ, ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത തരും. ദൈവം നീ കടന്നു പോകുന്നിടത്ത് നിന്റെ കൂടെ വരുവാനായിട്ടിടയായി തരും. അത് ഈ ജീവിതത്തിന്റെ ചില മേഖലയ്ക്കകത്ത് സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാത്തവണ്ണ ഭാരത്തിലാണ് ആയിരിക്കുന്നെങ്കിൽ ഈ പകൽക്കാലം ആ ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത നൽകുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ചില അസ്വസ്ഥപ്പെടുത്തുന്ന മേഖലയ്ക്കകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഈ പകൽക്കാലം ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. വിശ്വസിക്കുക. ഈ പകൽക്കാലം ഒരു സ്വസ്ഥത വെളിപ്പെടുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. അതേ സ്തോത്രം. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 33-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന് യഹോവേ ദൈവം, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. ആമീൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ യഹോവയായ ദൈവം മോശയോട് പറയുന്ന ഒരു ഭാഗമാണ്, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ആമീൻ. സ്തോത്രം. ഒരു മനുഷ്യൻ സ്വസ്ഥത നൽകുമെന്നല്ല പറയുന്നത്. ഒരു മനുഷ്യൻ തരുന്ന സ്വസ്ഥത, ഹല്ലേലൂയ, അത് എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ലൈവിലായിരിക്കുന്ന പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം പറയട്ടെ, ചില മാനുഷികമായ സാന്നിധ്യം നിന്നെ അസ്വസ്ഥപ്പെടുത്തുവാനായിട്ടിടയായി തീരുമ്പോ ഈ പകൽക്കാലം നിന്റെ കൂടെ ചലിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ നീ സ്തോത്രം സ്വീകരിക്കുവാൻ തയ്യാറായ ആ ദൈവത്തിന്റെ സാന്നിധ്യം നീ കടന്നു പോകുന്നിടത്തൊക്കെയും ചലിക്കുവാനും അവിടെയൊക്കെയും നിനക്ക് സ്വസ്ഥത അനുഭവിക്കുവാനും ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ ഈ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, മോശ ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിന്റെ 11-ാം വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു, ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഒരു ഭാഗത്തു നിന്നൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് കാണുന്നു, 12-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ മോശ യഹോവയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകുക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് അരുളി ചെയ്തല്ലോ. ഇവിടെ ആ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു, മോശ ദൈവം പറഞ്ഞതായ കാര്യത്തെ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. സ്തോത്രം. ആ കൃപ തോന്നിയിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവത്തോട് മോശ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. അടുത്തൊരു പറയുന്നത്, നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുവാൻ ഇടയാക്കട്ടെ. അപ്പൊ ആ കൃപ വെളിപ്പെട്ട് കഴിഞ്ഞാൽ മോശ എന്ത് ചെയ്യുന്നു, ദൈവം അവനോട് കൂടെ ഉണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ
അറിയുവാൻ ഇടയാകട്ടെ. ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. 3 കാര്യത്തെയാണ് ഇവിടെ മോശ എന്ത് ചെയ്യുന്നത്? യഹോവയെ ദൈവത്തോട് പറയുന്നു. ഒന്ന് പറയുന്നു, എന്നോട് കൃപയുണ്ടാക്കി നിന്റെ വഴി അറിയിക്കണം. നമുക്ക് വഴി പറഞ്ഞു തരുന്ന ഒരു ദൈവം ഇതാകുന്നു മക്കളെ. നടന്നുകൊള്ളുക എന്നുള്ള ദൈവ ശബ്ദം കേൾപ്പിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. മോശ പറയണ, നിനക്ക് എന്നോട് കൃപയുണ്ടാക്കി നിന്റെ വഴി എന്നെ അറിയിക്കണം. സ്തോത്രം. ഈ പൽക്കാലം പ്രിയ ദൈവ പൈതലെ, നാം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാക. ദൈവത്തിന്റെ വഴി നമ്മെ അറിയിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി നാം കൊതിക്കുവാൻ തയ്യാറാകണം. അവിടെ കാണുന്നു, നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുവാൻ ഇടയാകട്ടെ. നാം അറിയേണ്ടവണ്ണം എന്ത് ചെയ്യുന്ന കർത്താവിനെ അറിയുവാൻ ഇടയാകേണ്ടതിനായിട്ട്. അത് മാത്രമല്ല, അവിടെ കൊണ്ട് തീരുന്നില്ല. കാണുന്നു, ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിനെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിനായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാക്കുക. അതിന് മറുപടിയായിട്ടാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. യഹോവയായ ദൈവം മോശയോട് പറയുന്നു, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ആമേ. സ്തോത്രം. ഈ പൽക്കാലം പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. ജീവിതത്തിന്റെ മേഖലയ്ക്കകത്തേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരുവാനായിട്ടിടയത്തിര. നിന്റെ ജീവിതത്തിലെ യാത്രയുടെ മധ്യത്തിൽ നീ കടന്നു പോകുന്ന ഇടങ്ങളിലേക്ക് ആ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ പോരുവാനായിട്ടിടയത്തിര. പലപ്പോഴും തോന്നുന്നില്ലേ, ഞാൻ ഒറ്റയ്ക്കാ യാത്ര ചെയ്യുന്നത്, എന്റെ യാത്രയിൽ ആരും കൂടെയില്ല, ഞാൻ എന്ത് ചെയ്യും ആ വിഷയത്തിനകത്ത് അവിടെ ചെന്ന് എത്തുമ്പോൾ എന്നൊക്കെയാ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അസ്വസ്ഥരാകു തീരുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം പറയട്ടെ, അസ്വസ്ഥപ്പെടുന്ന മേഖലയ്ക്കകത്തേക്ക് നിന്നെ അസ്വസ്ഥരാക്കി തീർക്കുന്ന വിഷയങ്ങളുടെ നടുവിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ പോരുവാനായിട്ടിടയായി തീരും. സ്തോത്രം. നിന്നെ ഒറ്റയ്ക്ക് വിടുകയല്ല. അവിടെ കാണുന്നു, അതിനവൻ എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരുന്ന പകൽക്കാലം അത്ര. ഹല്ലേലൂയ. നീ എവിടെയാണ് അസ്വസ്ഥത അനുഭവിക്കുന്നത്, ആ മേഖലയ്ക്കകത്തേക്ക് ഒരു സ്വസ്ഥത വെളിപ്പെടേണ്ടതിനായിട്ട്, നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന മേഖലകളെ നിന്റെ മുമ്പിൽ നിന്ന് മാറ്റേണ്ടതിനായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ചലിക്കുവാനായിട്ട് ഇടയത്തില്ല. ആ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ചലിക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കൃപ എന്റെ മേൽ വെളിപ്പെടണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടെ ഈ പൽക്കാലം നീ ചലിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരുവാനായിട്ട് ഇടയത്തില്ല. ആ ദൈവത്തിന്റെ സാന്നിധ്യവുമായിട്ട് നീ കടന്നു പോകുന്ന ഇടത്ത് ഹല്ലേലൂയ ഒരു സ്വസ്ഥത വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരനായ ദാവീദ് 23 സങ്കീർത്തനത്തിൽ പറയുന്നത്, പച്ചയായ പുൽപ്പുറങ്ങളെ അവനെ നടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ഹല്ലേലൂയ. അതേ, സ്വസ്ഥത ഉണ്ടാകുന്ന ആ ഒരു വെള്ളത്തിനരികത്തേക്ക് നിന്നെ നടത്തുന്ന പകൽക്കാലം എത്രേ. ഹല്ലേലൂയ. നിന്നെ അസ്വസ്ഥപ്പെടുത്തിയ മേഖലകളിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കും. അവിടെ സ്വസ്ഥത വെളിപ്പെടും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ശരീരത്തിൽ കടന്നു വന്ന രോഗമാണോ നിന്നെ അസ്വസ്ഥപ്പെടുത്തിയത്? സാമ്പത്തികമായ വിഷയങ്ങളാണോ നിന്നെ അസ്വസ്ഥപ്പെടുത്തിയത്? കുടുംബത്തിനകത്ത് കടന്നു വന്ന ചില പ്രതിസന്ധികളാണോ? തലമുറയെ കുറിച്ച് കേട്ട ചില വാക്കുകളാണോ നിന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ പകൽക്കാലം ഹല്ലേലൂയ ആ വിഷയങ്ങളുടെ മേലിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ചലിക്കുവാനായിട്ട് ഇടയത്തില്ല. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ നിനക്ക് ഈ പകൽക്കാലം മുതൽ സ്വസ്ഥത നൽകുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. പ്രിയതേ മക്കളെ, ഒരു മനുഷ്യന്റെ സാന്നിധ്യം നമ്മെ പലപ്പോഴും വിഷയങ്ങളുടെ അകത്ത് അസ്വസ്ഥപ്പെടുത്തിയിരിക്കാം. ഹല്ലേലൂയ. നാം പറയാറുണ്ട്, ആ ഒരു വ്യക്തി അല്ലെങ്കിൽ പലരും നമ്മുടെ അടുക്കിലേക്ക് ആ വിഷയത്തിനകത്ത് കടന്നു വന്നപ്പോ ഒരു അസ്വസ്ഥത അനുഭവിച്ചു. ഹല്ലേലൂയ. പക്ഷെ ഈ ദൈവത്തിന്റെ സാന്നിധ്യവുമായിട്ട് നീ ചെല്ലുവാനായിട്ട് ഇടയായിത്തീർന്ന അവിടെ അസ്വസ്ഥതപ്പെടുത്തുന്ന മേഖലകൾ മാറുവാനായിട്ട് ഇടയായിത്തീരും. നിനക്ക് സ്വസ്ഥത വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. യോശുവയുടെ പുസ്തകത്തിലേക്ക് അവിടെ എല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഭാഗങ്ങളിൽ ഓരോ ഭാഗങ്ങളിലേക്ക് എടുത്തു നോക്കുമ്പോൾ അവിടെ എപ്രകാരം പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുപോലെ ദൈവത്തിന്റെ സ്വസ്ഥത തന്റെ ജനത്തിന്റെ ഇടയിൽ വെളിപ്പെട്ടതായി കാണുവാൻ സാധിക്കുന്നു. യോശുവ 11 അധ്യായം അതിന്റെ 23 വാക്യത്തിൽ കാണുന്നു, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയോ യോശുവ ദേശം മുഴുവനും പിടിച്ചു. യോശുവ
അതിനെ ഇസ്രായേലിന് ഗോത്രം വിഭാഗം പ്രകാരം വിഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവപൈതലേ, ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. ചിലതിനേക്ക് തീർത്തിട്ട്, നിന്നെ അസ്വസ്ഥപ്പെടുത്തിയ മേഖലയ്ക്ക് തീർത്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സ്വസ്ഥത വെളിപ്പെടുവാനായിട്ടിടയത്തിനും യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ. എന്താ യഹോവ മോശയോട് കൽപ്പിച്ചത്? എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് ഇവിടെ കാണുന്നു. മോശയോട് കൽപ്പിച്ചതുപോലെ യോശുവ ദേശം മുഴുവനും പിടിച്ചെടുത്തു. ഹല്ലേലൂയ. ഒരു സ്വസ്ഥത അനുഭവിച്ചുകൊണ്ട് ദേശത്തെ പിടിച്ചെടുക്കുന്ന അനുഭവം കാണുവാൻ സാധിക്കുന്നു. യോശുവ അതിനെ ഇസ്രായേലിനെ ഗോത്ര വിഭാഗ പ്രകാരം ഭാഗിച്ചു കൊടുത്തു. അവരുടെ വാഗ്ദത്തങ്ങളിലേക്ക് അവർക്ക് എത്തുവാനായിട്ടിടയായി തീർന്നു. സ്വസ്ഥതയോടെ അതിനെ കൈവശമാക്കുവാനായിട്ടിടയായി തീർന്നു. നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്തവണ്ണം നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന മേഖലയിലേക്ക് ഈ പകൽക്കാലം മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. അവിടെ കാണുന്നു, ഇങ്ങനെ യുദ്ധം തീർന്നു. ഹല്ലേലൂയ. ചില പ്രതികൂലങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് തീരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ നിന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്ന, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തെ പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ നിന്നെ അസ്വസ്ഥപ്പെടുത്തിയ മേഖലയ്ക്ക് ഒരു തീർപ്പ് കൽപ്പിക്കുന്ന ഒന്നത്രേ ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ദേശത്തിന് സ്വസ്ഥത വന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്റെ ഭവനത്തിനകത്ത് സ്വസ്ഥത വെളിപ്പെടാൻ പോകുക. നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥത വെളിപ്പെടാൻ പോകുക. നിന്റെ തലമുറയുടെ മേൽ സ്വസ്ഥത വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന ജോലി മേഖലയ്ക്കകത്ത്, നീ ഇടപെടുന്ന ബിസിനസ് മേഖലയ്ക്കകത്ത്, നീ കടന്നു പോകുന്ന യാത്രയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ സ്വസ്ഥത വെളിപ്പെടും. ഹല്ലേലൂയ. അതെവിടെ കാണുന്നു? ദേശത്തിന് സ്വസ്ഥത വന്നു. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്ക. ഞാൻ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന അസ്വസ്ഥപ്പെടുത്തിയ മേഖലയ്ക്കകത്ത് ദൈവത്തിന്റെ സ്വസ്ഥത വന്നു. ഞാൻ വിടുതൽ പ്രാപിക്കുമെന്ന് വിശ്വസിക്ക. ഹല്ലേലൂയ. മോശയോട് കൽപ്പിച്ചതുപോലെ യഹോവയായ ദൈവം ദേശത്തിന് സ്വസ്ഥത കൊടുത്തു. ഹല്ലേലൂയ. അവിടെ കൊണ്ട് തീരുന്നില്ല. യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം അതിന്റെ 44-ാം വാക്യത്തിൽ കാണുന്നു, യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഒക്കെയോ ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകുകയും അവര് ദേശത്തിന് മാത്രമല്ല സ്വസ്ഥത കൊടുത്ത, അവരുടെ ചുറ്റും സ്വസ്ഥത നൽകി. ഹല്ലേലൂയ. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഈ പകൽക്കാലം വിശ്വസിക്കാമോ? ഹല്ലേലൂയ. നിന്റെ ചുറ്റും നിന്ന് അപശ്രുതികൾ ഉയർത്തിയ ഹല്ലേലൂയ പലരും കാണുമായിരിക്കാം. അവിടേക്ക് ദൈവത്തിന്റെ സ്വസ്ഥത വെളിപ്പെടുന്നു. ഹല്ലേലൂയ. ഇതാ ദൈവം എഴുന്നേൽക്കുന്നു. ശത്രുക്കൾ ചിതറിപ്പോകുന്നു. നിന്നെ പകയ്ക്കുന്നവര് നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നു. അതേ, ചിലതിനൊക്കെ നിന്റെ മുമ്പിൽ നിന്ന് മാറ്റിയിട്ട്, നിന്നെ അസ്വസ്ഥപ്പെടുത്തിയ ചിലതിനെ മാറ്റിയിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ചലിക്കുവാനായിട്ട് ഇടയായിത്തീരാ. ആ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരുവാനായിട്ട് ഇടയായിത്തീരുമ്പോ ആ മേഖലയ്ക്കകത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം ചലിച്ചുകൊണ്ട് നിനക്ക് സ്വസ്ഥത വെളിപ്പെടും. ഹല്ലേലൂയ. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഒക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. കഴിഞ്ഞ നാളുകളിൽ നീ കേട്ടില്ലേ ദൈവിക വാഗ്ദത്തങ്ങൾ? നിന്റെ ജീവിതത്തിനകത്ത് ഒരു സ്വസ്ഥത വെളിപ്പെടും, നിന്റെ തലമുറയ്ക്കകത്ത് ഒരു സ്വസ്ഥത വെളിപ്പെടും എന്ന ദൈവിക വാഗ്ദത്തങ്ങൾ ഒരു സൈഡ് നിൽക്കുമ്പോഴും അല്ലെ സ്വസ്ഥത അനുഭവിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ, ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ കഴിയാതെ, ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന വിടുതലുകൾ പ്രാപിക്കുവാൻ കഴിയാതെ നിന്നെ അസ്വസ്ഥപ്പെടുത്തുമ്പോ ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നീ വിശ്വസിക്കുക. നിനക്ക് ചുറ്റും ഹല്ലേലൂയ ദൈവം ഒരു സ്വസ്ഥത നൽകാൻ പോകുക. ഹല്ലേലൂയ. അതിനുവേണ്ടി എന്ത് ചെയ്തു? ശത്രുക്കൾ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. അതേ, സ്വത്തിന്റെ മുമ്പിൽ നിന്ന് വാദിക്കുന്ന ശത്രുമണ്ഡലത്തെ ദൈവം ചിതറിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരാ. ശത്രുവിന്റെ ആശയെ നശിപ്പിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത വെളിപ്പെടുത്താൻ പോകുക. നിനക്ക് എന്ത് വന്നു ഭവിക്കുമെന്ന് നോക്കി നിൽക്കുന്ന മറ്റുള്ളവരുടെ നടുവിൽ നിന്ന് നീ ഒരു സ്വസ്ഥതയോടെ ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് മൂവ് ചെയ്യുന്ന പകൽക്കാലമത്രേ, ചിലതിനെ കൈവശമാക്കുന്ന പകൽക്കാലമത്രേ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു.
ഇവിടെ കാണുന്നു, ശത്രുക്കൾ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. പ്രിയ ദൈവ പൈതലേ, ഈ പൽക്കാലം വിശ്വസിക്കുക. ഹല്ലേലൂയ. നിന്റെ മുമ്പാകെ ഒരു ശത്രു നിന്ന് വാദിക്കുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കുകയല്ല. ഹല്ലേലൂയ. അതേ സാന്നിധ്യം കൂടെ ചലിക്കാൻ പോകുക. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരാൻ പോകുക. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഇരുന്ന് ചലിക്കാൻ പോകുക. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടും. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. ചിലതിലേക്ക് കർത്താവ് ഈ പകൽക്കാലം നിന്റെ കരത്തിൽ ഏൽപ്പിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇത്രയും നാൾ നീ പലതിനെ കണ്ട് ഭയപ്പെട്ട വ്യക്തിയായിരിക്കാം. പക്ഷെ ചിലതിനെ കർത്താവ് നിന്റെ കരത്തിൽ തരാൻ പോകെ. എന്താ? ദൈവത്തിന്റെ സാന്നിധ്യമാണ് നിന്റെ മേൽ ചലിക്കുന്നത്. ഹല്ലേലൂയ. അത് ഭയപ്പെടുത്തുന്ന ഒന്നല്ല, സ്വസ്ഥത നൽകുന്ന ഒന്നത്രേ. നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നല്ല, നിന്നെ അധൈര്യപ്പെടുത്തുന്ന ഒന്നല്ല, നിനക്ക് ധൈര്യം നൽകുന്ന ഒന്നത്രേ. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ, നിന്റെ ദേശത്തിന് ദൈവം സ്വസ്ഥത നൽകാൻ പോകുക. നിന്റെ ഭവനത്തിനകത്ത് ദൈവം സ്വസ്ഥത നൽകാൻ പോകുക. നിന്റെ ചുറ്റും ഹല്ലേലൂയ, നീ ആയിരിക്കുന്നതിന് ചുറ്റും ഹല്ലേലൂയ ദൈവത്തിന്റെ സ്വസ്ഥത വെളിപ്പെടുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഇവിടെ കാണുന്നു, നിന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. ഹല്ലേലൂയ. അതേ ദൈവത്തിന്റെ സാന്നിധ്യം ഈ പകൽക്കാലം ഒന്ന് ആഗ്രഹിക്കാമോ? ചില വിഷയങ്ങളുടെ മധ്യത്തിൽ നീ ഭാരപ്പെടുന്നില്ലേ? നിന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലേ? കർത്താവിനോട് പ്രാർത്ഥിക്കാം. അപ്പാ, എന്നെ കൊണ്ട് കഴിയത്തില്ല ഒറ്റയ്ക്ക്. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ ഹല്ലേലൂയ എന്നോട് അരുളി ചെയ്യണമേ. ആ ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെ ഒന്ന് ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ വലിയ ചേഞ്ചുകൾ വരുത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. എന്നാൽ നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോ ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ ഒരാളുടെ ജീവിതത്തിലേക്ക് സ്വസ്ഥത വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. 12 വർഷമായിട്ട് തന്റെ ജീവിതത്തെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തിയ ഒരു വിഷയവുമായിട്ട് ഹല്ലേലൂയ രക്തസ്രാവം എന്ന രോഗത്താൽ തനിക്കുള്ളതെല്ലാം വിറ്റ് ചെലവഴിച്ചിട്ടും അവൾക്ക് സൗഖ്യം വരാതെ വളരെയധികം ഭാരത്തോടും പ്രയാസത്തോടുമായിരിക്കുന്ന ഒരു സ്ത്രീയെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ 34-ാം വാക്യത്തിൽ കാണുന്നു, അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. ഈ ഒരു സ്വസ്ഥത അനുഭവിച്ച ഭാഗം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം, കർത്താവിന്റെ ശക്തി അവളിലേക്ക് വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അവൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 12 സംവത്സരമായി രക്തസ്രാവമുള്ളവൾ പല വൈദ്യന്മാരായി ഏറെ ഒന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെ ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായി തീർന്നിരിക്കുന്ന ഒരു സ്ത്രീ. ഹല്ലേലൂയ. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവൾ ആകെ അസ്വസ്ഥരാണ്, വളരെയധികം ഭാരപ്പെടുന്നുണ്ട്, പ്രയാസപ്പെടുന്നു, പരവശയായി തീർന്നിരിക്കുന്നു. കാരണം അവൾ കടന്നു പോകാത്ത വൈദ്യന്മാരില്ല. അവൾക്കുള്ളതെല്ലാം അവൾ ചെലവഴിച്ചു, വിറ്റു. ഇതെല്ലാം ചെയ്തിട്ടും അവൾക്കൊരു സൗഖ്യം വരാതെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പരവശിയായി തീർന്നിരിക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. അസ്വസ്ഥപ്പെടുത്തുന്ന അനുഭവം തന്റെ ജീവിതത്തിനകത്തേക്ക് കടന്നു വന്നപ്പോ യേശു കർത്താവിനെ കുറിച്ച് അവൾ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ കേട്ട മാതിരി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശുവിന്റെ വസ്ത്രമെങ്കിലും തൊട്ട ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ പോയി അവന്റെ വസ്ത്രം തൊട്ടു. അവൾ കാണുന്നു, ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. അപ്പൊ അവളുടെ ശരീരത്തിൽ അസ്വസ്ഥത അനുഭവിച്ചത്, അവൾക്ക് സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതെ 12 വർഷം അവിടെ ജീവിതത്തിൽ നഷ്ടങ്ങളും അസ്വസ്ഥതകളും കടന്നു വന്ന മേഖല അവിടെ ജീവിതത്തിൽ കടന്നു വന്ന ഒരു ബാധയാ. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, അവിടെ കാണുവാൻ സാധിക്കുന്നു. അത് മാറുവാൻ എന്ത് ചെയ്തു? അവൾ യേശുവിന്റെ വസ്ത്രത്തിലേക്ക് ഒന്ന് തൊടുവാനായിട്ട് ഇടയായി തീർന്നപ്പോ എന്ത് ചെയ്യുന്നു? യേശുവിന്റെ നിന്ന് ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. ആ ശക്തി അവളിലേക്ക് വ്യാപരിക്കുവാൻ ഇടയായി തീർന്നപ്പോ അവിടെ ശരീരത്തിൽ അത്രത്തോളം അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്ന, അവിടെ ശരീരത്തെ ബാധിച്ചു കൊണ്ടിരുന്ന രോഗശക്തി, രോഗാത്മാവ് വിട്ടു മാറുവാനായിട്ട് ഇടയായി
ബാധയായി തീർന്നു. ഹല്ലേലൂയ. നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവളുടെ ജീവിതത്തിനകത്ത് പരവശിയായിരിക്കുന്ന അനുഭവം, അസ്വസ്ഥമായിരിക്കുന്ന അനുഭവം, അവിടെ ആരോഗ്യം നഷ്ടപ്പെട്ട അനുഭവം, അവിടെ സമ്പത്ത് നഷ്ടപ്പെട്ട അനുഭവം, അവിടെ മനസ്സിനകത്ത് അസ്വസ്ഥ കടന്നു വന്ന മേഖല, ഇതെല്ലാത്തിനും കാരണം അവിടെ ജീവിതത്തിൽ കടന്നു വന്ന ഒരു ബാധയായിരുന്നു. അതിനെ എന്ത് ചെയ്യുന്നു? തകർക്കുവാൻ യേശുവിന്റെ ശക്തി അവളിലേക്ക് വ്യാപരിക്കുവാനായിട്ടെത്തുന്നു. പ്രിയ ദൈവമേ, ഈ പകൽക്കാലം നാം എന്തൊക്കെ ചിലത് ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിലത് മാറണമെങ്കിൽ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് ഒന്ന് വ്യാപരിക്കണം. ഈ പകൽക്കാലം ഹല്ലേലൂയ, എത്ര തന്നെ എന്തെല്ലാം ചെയ്തിട്ടും മാറാതെ നിന്നെ പിൻപറ്റുന്ന, നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില മേഖലയുണ്ടെങ്കിൽ ഈ പകൽക്കാലം കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിന്റെ ശക്തിക്ക് വേണ്ടി കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുക. കർത്താവിന്റെ ശക്തി നിന്റെ മേലേക്ക് വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോ വർഷങ്ങളായി നിന്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞ, വർഷങ്ങളായി നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന, നിന്റെ സമാധാനത്തെ കെടുത്തിക്കളയുന്ന ചില വിഷയങ്ങളുടെ അകത്തേക്ക് ആ ദൈവത്തിന്റെ സാന്നിധ്യം ചലിച്ചുകൊണ്ട് കർത്താവിന്റെ ശക്തി നിന്നിലേക്ക് വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോ ചില മേഖലകൾ നിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുവാനായിട്ട് ഇടയായിത്തീരും. ചില പ്രതികൂലങ്ങൾ നിന്റെ ഭവനത്തിനകത്തുനിന്ന് വിട്ടുമാറുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു രക്തസ്രാവം നിന്നു. ഹല്ലേലൂയ. ഉടനെ അവിടെ കാണുന്നു ബാധ മാറിത്താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഈ പകൽക്കാലം ചിലതൊക്കെയും നിന്റെ ജീവിതത്തിനകത്തുനിന്ന്, നിന്റെ ഭവനത്തിനകത്തുനിന്ന്, നിന്റെ തലമുറയ്ക്കകത്തുനിന്ന് ഹല്ലേലൂയ മാറിപ്പോയെന്ന് നീ അറിയുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. നിന്നെ അസ്വസ്ഥപ്പെടുത്തിയ മേഖലകൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് ഈ പകൽക്കാലം മാറുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. എന്തെങ്കിലും സംഭവിക്കുന്ന കാര്യമല്ല. അവൾ തൊട്ട ഉടനെ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വാസത്തോടെ ഒന്ന് തൊടാമോ കർത്താവിനെ? വിശ്വാസത്തോടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നാളുകളായി നീ ഭാരപ്പെടുന്നില്ലേ? നാളുകളായി നീ ചില വിഷയത്തിനകത്ത് അസ്വസ്ഥപ്പെടുന്നില്ലേ? സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതെ, വേണ്ട രീതിയിൽ നിന്റെ നന്മ അനുഭവിക്കുവാൻ കഴിയാതെ, നിന്റെ ഭവനത്തിനകത്ത് വേണ്ടവണ്ണ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ പെട്ടെന്ന് കാറ്റടിച്ച് കയറുന്നത് പോലെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില വാക്കുകൾ, അസ്വസ്ഥപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്ന് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തി കളയുമ്പോ, നിന്റെ സമാധാനത്തെ തച്ചുടച്ചു കളയുമ്പോ, ഈ പകൽക്കാലം പ്രിയ ദൈവത്തിലെ ഈ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുക. ഈ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ആഗ്രഹിച്ചു തുടങ്ങുക. വിശ്വസിക്കുന്നവരുടെ മേലിലേക്ക് ആ കർത്താവിന്റെ ശക്തി ഇന്ന് ചലിക്കും. ഹല്ലേലൂയ. ഇവിടെ യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. നിലവിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലിനോട്, പ്രിയ കുടുംബത്തോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയട്ടെ, നീ കഴിഞ്ഞ നാളുകളിൽ ആഗ്രഹിച്ചതുപോലെ നിന്റെ ജീവിതത്തിനകത്ത് ഒരു സ്വസ്ഥത വെളിപ്പെടുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. നീ ഒത്തിരി ആഗ്രഹിച്ചില്ലേ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി, ഒരു സമാധാനത്തിന് വേണ്ടി? അതനുഭവിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുമ്പോ, നിന്റെ ജോലി മേഖലയ്ക്കകത്ത് കടന്നു പോകുമ്പോ വല്ലാത്തൊരു അസ്വസ്ഥ, ഒരു ഭയം നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നില്ലേ? അത് നിന്റെ ജീവിതത്തിനകത്ത് നീ പകൽക്കാലം മാറും. ഹല്ലേലൂയ. നിന്റെ ശത്രുക്കളെ ദൈവം നിന്റെ മുമ്പിൽ നിന്ന് എടുത്തു മാറ്റും. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജോലിക്ക് പോലും പോകാൻ കഴിയാതെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ നിന്നെ തകർക്കുന്നില്ലേ? ചില രോഗങ്ങളായിരിക്കാം. ഹല്ലേലൂയ. ചില രോഗലക്ഷണങ്ങളായിരിക്കാം ചിലപ്പോൾ നിന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, അതിനകത്തേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതുപോലെ ശത്രുക്കൾ ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽക്കുവാൻ ഇടയാകാതെ വേണം. സകല ശത്രുക്കളെ നിന്റെ ദൈവം നിന്റെ കരത്തിൽ ഏൽപ്പിക്കാൻ പോകുക. നിനക്കെതിരായി നിന്ന ചിലതിനെ, നിനക്കെതിരായി പ്രവർത്തിച്ച ചിലതിനെ കർത്താവ് നിന്റെ കരത്തിൽ ഏൽപ്പിച്ചിട്ട് നിനക്ക് എന്ത് ചെയ്യുന്നു? നിന്നോട് കഴിഞ്ഞ നാളുകളിൽ, മകനെ, മകളെ, നീ ഭാരപ്പെടേണ്ട, നിനക്ക് ഞാൻ സ്വസ്ഥത നൽകുമെന്ന് പറഞ്ഞതുപോലെ നീ ആയിരിക്കുന്ന ജോലി മേഖലയ്ക്കകത്ത് ഒരു സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതെ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന മേഖലകളുണ്ടോ? അതിനകത്തേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഈ പകൽക്കാലം ചലിക്കും. ഹല്ലേലൂയ. ചിലതിനെ പ്രതികൂലമായി നിൽക്കുന്ന, നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില വാക്കുകൾ, നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില പ്രവർത്തികൾ, നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില നോട്ടങ്ങൾ, നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ചിലരുടെ സാന്നിധ്യത്തെ ദൈവം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുവാനായിട്ടിടയായിത്തീരും. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ.
നീ മറക്കുവാൻ ശ്രമിച്ചിട്ടും മറക്കാൻ കഴിയാതെ വണ്ണം ചിലത് കൊണ്ട് നിന്റെ മുമ്പിൽ ഓർമ്മിപ്പിച്ച് നിന്നെ അസ്വസ്ഥപ്പെടുത്തുമ്പോ ഈ പകൽക്കാലം ചില വിഷയങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ അസാധാരണമായ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ നീ എത്ര തന്നെ മറക്കാൻ നോക്കിയിട്ട് മറക്കാൻ കഴിയാതെ നീ സ്വസ്ഥത അനുഭവിക്കുമ്പോ നിന്റെ ജീവിതത്തിൽ ഒരു തീ പോലെ ചില വിഷയങ്ങൾ കടന്നു വരുന്നില്ലേ? ചിലരുടെ വാക്കുകൾ നിന്റെ ഉള്ളിനകത്തുനിന്ന് കടന്നു വരുന്നില്ലേ? ഈ പകൽക്കാലം പ്രിയ ദൈവത്തിലെ അതിനെ നിന്റെ ജീവിതത്തിൽ ദൈവം എടുത്തു മാറ്റാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. അതിനകത്തേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കും. ഹല്ലേലൂയ. ചിലതിനെ നീ മറന്ന് കളയത്തക്ക രീതി, നീ ചിലതിനെ ഓർക്കാതെ വേണ നിന്റെ ജീവിതത്തിൽ നീ എടുത്തു മാറ്റത്തക്ക രീതി പരിശുദ്ധാത്മാവിന്റെ കരം നിന്റെ കൂടെ ഇരിക്കുവാനായിട്ടിടയെ തരും. നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എന്ത് വിഷയമായാലും അതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടാം. ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ട കർത്താവിന്റെ ശക്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ സ്വസ്ഥത വെളിപ്പെടും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ചില കുടുംബങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ സ്വസ്ഥത വെളിപ്പെടുന്ന പകൽക്കാലം എത്രേ. നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ നിന്റെ കുടുംബത്തിനകത്തില്ലേ? ചില നാറ്റം വെച്ച വിഷയങ്ങളായിരിക്കാം, ചിലപ്പോൾ ചില തലമുറയുടെ വിഷയങ്ങളായിരിക്കാം നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. തലമുറയെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ വാക്കുകളായിരിക്കാം നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നത്. ഈ പകൽക്കാലം വിശ്വസിക്കുക, അതിനകത്തേക്ക് ദൈവത്തിന്റെ സ്വസ്ഥത വെളിപ്പെടാൻ പോകുക. എന്തെന്നറിയാത്തൊരു ദൈവിക സമാധാനം. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞതുപോലെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയിക്കൊള്ളുക. ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കാം. ചിലതിനെ ദൈവം ഒഴിച്ചു വിടുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. കർത്താവിന്റെ കരം ചലിക്കുവാനായിട്ടിടയായിത്തീരും. അങ്ങനെ പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം വിശ്വസിക്കുക. നിന്റെ ജീവിതത്തിനകത്ത് ഒരു സ്വസ്ഥത വെളിപ്പെടുന്ന പകൽക്കാലം എത്രേ. നിന്റെ ഭൗതിക ജീവിതത്തിനകത്ത്, നിന്റെ ആത്മീയ ജീവിതത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയുടെ മേൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കും. ഹല്ലേലൂയ. അതേ സ്തോത്രം. വായിച്ച ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. ഈ പാൽക്കല എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്. മാനസികമായിട്ട് ചിലപ്പോൾ ആരും നമ്മുടെ കൂടെ ആരും കാണത്തില്ലായിരിക്കാം. അപ്പനോട് ഒന്ന് മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? ഇന്ന വിഷയത്തിന്റെ നടുവിൽ ഞാൻ കടന്നു പോകുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞാൻ അസ്വസ്ഥരായി തീർന്നിട്ടുണ്ട്. കർത്താവേ, എനിക്കിനി ഒറ്റയ്ക്ക് പോകാൻ കഴിയത്തില്ല. മോശ പ്രാർത്ഥിച്ചതുപോലെ ഹല്ലേലൂയ. കർത്താവേ, നീ എന്നെ ഏറ്റവും അറിഞ്ഞിരിക്കുന്നല്ലോ. എന്നോട് നിന്റെ കൃപയുണ്ടെങ്കിൽ ഹല്ലേലൂയ നീ എന്നോടൊന്ന് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈ പകൽക്കാലം മുതൽ പ്രിയ ദൈവപൈതലേ, ഹല്ലേലൂയ കർത്താവിന്റെ കരം നിന്റെ കൂടെ ഇരിക്കും. സ്തോത്രം. അവിടെ മോശ പറഞ്ഞൊരു കാര്യമുണ്ട്. അവനോട് പറഞ്ഞത്, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ഹല്ലേലൂയ. ആ സാന്നിധ്യത്തെ ഒന്ന് കൊതിച്ചു തുടങ്ങാമോ? ഹല്ലേലൂയ. നീ ഒത്തിരി യാത്രകൾ ചെയ്തില്ലേ? പല വിഷയത്തിനകത്ത് കടന്നു പോയിട്ട് നിരാശപ്പെട്ട് കടന്നു വന്നില്ലേ? ഈ സാന്നിധ്യമായിട്ട് നീ കടന്നു പോ. ദൈവം നിനക്ക് ചെയ്യാൻ തരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. സൈന്യത്താലോ ശക്തിയാലോ അല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ അത്രേ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാലട്ട് നിന്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയം കൂടെ അടുക്കിലേക്ക് നിന്നത് കയറിച്ചല്. ചിലത് നിന്റെ മുമ്പിൽ നിന്ന് മാറും. ഹല്ലേലൂയ. ശത്രുക്കൾ നിന്റെ മുമ്പിൽ നിന്ന് മാറുവാനായിട്ട് ഇടയായിത്തീരും. നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില വാക്കുകൾ നിന്റെ മുമ്പിൽ നിന്ന് മാറുവാനായിട്ട് ഇടയായിത്തീരും. പ്രിയ ദൈവപൈതലേ, ആ സാന്നിധ്യത്തിന് വേണ്ടി ഒന്ന് കൊതിച്ചു തുടങ്ങ. കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അത് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലോ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരായിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. പക്ഷെ ആ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് സ്വസ്ഥത വെളിപ്പെടാം. അങ്ങനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേ. ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ കൂടെ പോരും. ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത നൽകും. വർഷങ്ങളായി നിന്നെ അസ്വസ്ഥപ്പെടുത്തിയ മേഖലയിലേക്ക്, വർഷങ്ങളായി നിന്റെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തിയ മേഖലകളിലേക്ക് ആ ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. വർഷങ്ങളായിട്ട് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന ചില മേഖലകൾ, നിന്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞ സമാധാനത്തെ, നിന്റെ ജീവിതത്തെ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ, നിന്റെ ജീവിതത്തെ നഷ്ടപ്പെട്ട സാമ്പത്തിക മേഖലയെ, നിന്റെ ജീവിതത്തെ വേണ്ടവണ്ണ ആത്മീയമായി ബലപ്പെടുവാൻ കഴിയാതെ നിന്നെ അസ്വസ്ഥപ്പെടുത്തിയ ചില അന്ധകാര മണ്ഡലത്തെ ദൈവം നിന്റെ ജീവിതത്തിനകത്തുനിന്ന് ഈ പകൽക്കാലം എടുത്തു മാറ്റും. ഹല്ലേലൂയ.
അതിനായിട്ട് ദൈവ സാന്നിധ്യം നിന്റെ കൂടെ പോകും. ദൈവത്തിന്റെ സാന്നിധ്യമില്ലെങ്കിൽ പരാജയപ്പെടാം. ദൈവത്തിന്റെ സാന്നിധ്യമില്ലെങ്കിൽ ചിലയിടത്ത് നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയത്തില്ല. ഇവിടെ നമുക്ക് നമുക്ക് മോശയുടെ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത് ഹല്ലേലൂയ, തന്റെ ജനം പിറുപിറുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. മോശ അതിനകത്തൊക്കെയും എന്ത് ചെയ്യുന്നു? കോപിക്കുവാനും ദേഷ്യപ്പെടുവാനൊക്കെ ഇടയായിത്തീർന്നു. വീണ്ടും ദൈവത്തിന്റെ ശബ്ദം കേട്ട് നീ ജനത്തെ കൊണ്ട് യാത്ര ചെയ്യാൻ പറഞ്ഞപ്പോഴാ മോശ ദൈവത്തോട് പറഞ്ഞത്, ഇനി എന്റെ ശക്തി കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ദൈവത്തിന്റെ സാന്നിധ്യം വേണം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ ശക്തി കൊണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടൊക്കെയാ നാം പലതിന്റെ അടുക്കിലേക്ക് കടന്നുപോയി കാണുമായിരിക്കാം. എന്നാൽ അവിടേക്ക് പരാജയപ്പെട്ട, അവിടേക്ക് ജയിച്ചു കയറുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പൽക്കാലം ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. അപ്പൊ അങ്ങയുടെ സാന്നിധ്യം എന്റെ കൂടെ പോരണ. അങ്ങയുടെ സാന്നിധ്യമില്ലാതെ എനിക്കിനി ചലിക്കുവാൻ കഴിയില്ല. അങ്ങയുടെ സാന്നിധ്യമില്ലാതെ എനിക്കിനി മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. എന്റെ കുടുംബത്തിന് മുന്നോട്ട് പോകുവാൻ കഴിയില്ല. എന്റെ ജീവിതത്തിനകത്ത് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. ആ ഒരു സാന്നിധ്യത്തിന് വേണ്ടി ഒന്ന് കൊതിക്കാമോ? സ്തോത്രം. ഇവിടെ കാണുന്നു, അതിനവൻ എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്കുക, ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത നൽകാം. സ്വസ്ഥത അനുഭവിച്ചുകൊണ്ട് ഈ പൽക്കാലം ദൈവിക വാഗ്ദത്തങ്ങളെ കൈവശമാക്കി എടുക്കുക. സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തന്റെ ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന മേഖലകളിലേക്ക്, അവരെ അസ്വസ്ഥരാക്കി തീർക്കുന്ന വിഷയങ്ങളുടെ നടുവിലേക്ക് കർത്താവിന്റെ സാന്നിധ്യം ഈ പകൽക്കാലം ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ സാന്നിധ്യം അവരുടെ കൂടെ പോരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അവരെ ഒറ്റയ്ക്കല്ല, ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടെന്ന് അവര് തിരിച്ചറിയുവാൻ, ഹല്ലേലൂയ, ജനം ദൈവത്തെ അറിയുവാൻ, ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകളിൽ അസ്വസ്ഥമായി തീർന്ന മേഖലയ്ക്കകത്ത് ഇവരെ ഒറ്റയ്ക്കല്ല, ദൈവ സാന്നിധ്യവുമായി ചലിക്കുവാൻ, മറ്റുള്ളവരെ തിരിച്ചറിയുവാൻ, ഇവരിലൊരു പ്രത്യേകത വന്നു എന്ന് തിരിച്ചറിയുവാൻ, പരാജയപ്പെട്ട ചില മേഖലയ്ക്കകത്ത്, അസ്വസ്ഥയായി തീർന്ന ചില മേഖലയ്ക്കകത്തേക്ക് ദൈവ സാന്നിധ്യത്തിൽ ചെന്ന് സ്വസ്ഥത അനുഭവിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഇടയായി തീരട്ടെ. ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്ന സകല മേഖലയ്ക്കകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം മൂവ് ചെയ്തിട്ട് കർത്താവേ, വർഷങ്ങളായി കർത്താവെ അസ്വസ്ഥപ്പെടുത്തുന്ന മേഖലകൾ ചിലത് ഇവരെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി, ചിലത് ഇവരെ മുമ്പിൽ നിന്ന് മാറിപ്പോകട്ടെ. കർത്താവേ, സ്വസ്ഥത അനുഭവിക്കട്ടെ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.